بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും എത്തിച്ചു തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആത്മീയ തത്വങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒരു രീതിയാണ് പശ്ചാത്താപം അഥവാ തൗബ എന്നുള്ളത്. ഏകദേശം 10ഓളം ക്ലാസുകൾ മുമ്പൊരിക്കൽ തൗബയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടന്നു വരുന്നില്ല. എന്നാലും അനുബന്ധമായ 1-2 കാര്യങ്ങൾ, പരിശുദ്ധ ഷഅബാൻ മാസം ഒക്കെ ആണല്ലോ, റമദാനോട് മുന്നോടിയായി നാം ഒരുക്കി വെക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച്, തൗബയുടെ ഒരു സ്വഭാവത്തെ കുറിച്ചൊക്കെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സർവശക്തനായ അള്ളാഹു നമുക്ക് അറിവിൽ ബറക്കത്തും അമല് ചെയ്യാനുള്ള ഭാഗ്യവും നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദ്വാരക്കുകയാണ്. തൗബയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വളരെ മനോഹരമായ അവതരണത്തിലൂടെയാണ്. മറ്റിതര കർമ്മങ്ങളെപ്പോലെയല്ല തൗബയെ പറയുന്നത്. തൗബ ചെയ്യുന്ന വിശ്വാസിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചും ഹദീസുകളിൽ ധാരാളം നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അടിമ തൗബ ചെയ്യുന്നത് വളരെ ആഗ്രഹിക്കുകയും ഇഷ്ടം വെക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പരിശുദ്ധ മതം നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. തൗബ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രകാശമാണ്. തൗബ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വെളിച്ചമാണ്. ആ വെളിച്ചം നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നാം സ്വയം വിലയിരുത്തുക. അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ തെറ്റുകളെ മുഴുവൻ ഏറ്റു പറഞ്ഞ് ഒരു കുറ്റസമ്മതം നടത്തി മാപ്പപേക്ഷിച്ച് ഇനി മേലിൽ ഞാൻ അതിലേക്ക് ആവർത്തിക്കില്ല എന്നൊരു പ്രതിജ്ഞയും ചെയ്തുകൊണ്ട് പോരലാണ് യഥാർത്ഥത്തിൽ തൗബ. പക്ഷെ ഈ പരിപൂർണതയിൽ തൗബ എത്തുന്നില്ല എന്നുള്ളതാണ് നാം ചെയ്യുന്ന തൗബയുടെ ഒരു പ്രശ്നം. സാധാരണ തൗബ ചെയ്യാ എന്നത് തന്നെ മനുഷ്യർക്ക് മടിയാണ്. അഥവാ ചെയ്യപ്പെടുന്ന തൗബകളിൽ പോലും അതിന്റെ പരിപൂർണത കാണപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചയിലേക്ക് വരാം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് തഹരീമിന്റെ 8-ാമത്തെ ആയത്ത് തൗബയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഖുർആന്റെ ഒരു നിർദ്ദേശമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ യൗമ ലാ യുഖ്സില്ലാഹു النبي والذين آمنوا معه നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം. പരിശുദ്ധ ഖുർആൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്നേഹത്തോടുകൂടെ മുഅ്മിനീങ്ങളോട് പറയാണ്, തൂബു ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്യണം. തൗബത്തൻ നസൂഹ, നിഷ്കളങ്കമായ തൗബ ചെയ്യണം. കലർപ്പില്ലാത്ത ആത്മാർത്ഥതയുള്ള തൗബ അല്ലാഹുവിലേക്ക് ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തൗബ ചെയ്യുന്നത് റബ്ബും അവന്റെ അടിമയും മാത്രം അറിയുന്ന ഒരു സ്വകാര്യ അമല് കൂടിയാണ്. തൗബ എത്ര കണ്ട് ഇരുട്ടിൽ ചെയ്യാവുന്നുവോ, തൗബ എത്ര കണ്ട് രഹസ്യമായി ചെയ്യാവുന്നുവോ, അത്രയും തൗബയുടെ പവർ കൂടുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിലെ ആ ഏകാന്തതയിൽ, റബ്ബിന്റെ സാമീപ്യത്തിൽ, റബ്ബിന്റെ സാന്നിധ്യത്തിൽ എന്ന് പറയാം, അവിടെയും കള്ളത്തരം മാറ്റിവെച്ച് ആത്മാർത്ഥമായി നിങ്ങൾ തൗബ ചെയ്യൂ എന്ന് പരിശുദ്ധ ഖുർആൻ. അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കുമെന്ന പ്രതീക്ഷ വേണം. അങ്ങനെ അള്ളാഹു ചെയ്തു തന്നേക്കാം. മാത്രവുമല്ല, തൗബ ഖബൂലായി കഴിഞ്ഞാൽ വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, നിങ്ങൾക്ക് അള്ളാഹു സ്വർഗപ്രവേശം തരും എന്ന് യൗമ ലാ യുഖ്സില്ലാഹു നബിയ വല്ലദീന ആമനൂ മഅഹു,
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നടപ്പായിട്ടുള്ള പ്രവാചക ജീവിതത്തോട് അനുധാവനം ചെയ്തിട്ടുള്ള മുത്തുനബിയുടെ പിൻഗാമികളായി വന്നിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് അല്ലാഹു ആ മഹ്ശറയിൽ വെച്ച് സ്വർഗം പ്രഖ്യാപിക്കും. പരിശുദ്ധ ദീനനുസരിച്ച് ജീവിച്ച് തൗബയിലൂടെ സ്വർഗം കരസ്ഥമാക്കാൻ അർഹതയുള്ള പദവിയിലെത്തിയ ആളുകളുണ്ടല്ലോ, ഖുർആൻ പറയാ അവരൊരു വെളിച്ചത്തിലാണ്, അവരൊരു പ്രകാശത്തിലാണ്. നിഷ്കളങ്കമായ തൗബ കൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം അത്. നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം. അവരുടെ മുന്നിലും അവരുടെ പിന്നിലും അവരുടെ ഇരുഭാഗങ്ങളിലും ഒക്കെ അവരുടെ ചുറ്റിലും ഒക്കെ പ്രകാശ. യഥാർത്ഥ തൗബയുള്ള മനുഷ്യൻ എങ്ങനെയാ യഥാർത്ഥ തൗബ എന്നതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ആ മനുഷ്യൻ എവിടെ ചെന്ന് നിന്നാലും അതൊരു വെളിച്ചമാണെന്ന് ഖുർആൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവരൊരു പ്രത്യേക വെളിച്ച, അവരുടെ പ്രാർത്ഥന പോലും ആ വെളിച്ചം നിലനിർത്തണമെന്ന റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. പടച്ചോനെ ഞങ്ങളുടെ ഈ വെളിച്ചം നിലനിർത്തണമെന്ന. എങ്ങനെയാ വെളിച്ചമില്ലാതിരിക്കുക? തെറ്റവര് ചെയ്യുന്നില്ല, ചെയ്ത തെറ്റിൽ അവർക്ക് ഖേദമുണ്ട്, മനസ്സിലൊരു നീറലായി ഒരു പുകച്ചലായി ഇങ്ങനെ കൊണ്ടെടുക്കാം. യഥേഷ്ടം അവർ തൗബയും ചെയ്യുന്നുണ്ട്, ഇനി തെറ്റ് ചെയ്യൂല, അത്ര കണ്ടവരുടെ ദൃഢമായ വിശ്വാസവും പ്രതിജ്ഞയുമുണ്ട്. സൽക്കർമ്മങ്ങൾ യഥേഷ്ടം ചെയ്യുന്നുണ്ട്. ഇബാദത്തിന്റെ സുഖവും ലഹരിയും അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഈ മനുഷ്യരല്ലേ പ്രകാശം? ഇവരുടെ ചുറ്റിലും പ്രകാശമാണ്, അവരാകെ പ്രകാശമാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ പറയാം. അള്ളാഹു നമുക്ക് ഈ ഒരു അർഹത കിട്ടാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇനി കണ്ടോളൂ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാരായ സൂഫിയാക്കൾ പറയുന്നുണ്ട്, തൗബ പൂർണ്ണമാകാൻ 8 കാര്യങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റൂ. ഈ 8 കാര്യങ്ങൾ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാ സ്വർഗം ഉണ്ടാവാം? ഈ 8 കാര്യങ്ങൾ തൗബ പൂർണ്ണമാവാൻ വേണം. തൗബ പൂർണ്ണമായാല സ്വർഗം കിട്ടാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കേട്ടോളൂ, ഈ 8 കാര്യങ്ങൾ മഹാന്മാര് പഠിപ്പിക്കുന്നു. തമാമു തൗബത്തി യഹ്സുൽ ബി തമാനിയത്തി അശ്യാ. 8 കാര്യങ്ങൾ കൊണ്ട് തൗബ പരിപൂർണമാവാം. ഒന്നാമത്തേത് അന്നദ്മു അലാമ സലഫ മിനദ് ദംബ്. നമ്മുടെ പാപങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിലെ പാപങ്ങളെ കുറിച്ച് ഒരു ഖേദം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒന്നതാണ്. രണ്ടാമത്തേത് വഖളാഉൽ ഫറായിദ്. തൗബ ചെയ്ത പോരാ, ഫറദായതൊക്കെ നമ്മൾ നിർവഹിക്കാൻ വേണം. നിസ്കാരം പോലെയുള്ള ഫറദായ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവണം. ഫറദുകൾ നിലനിൽക്കുന്ന ആളായിരിക്കണം. നിസ്കാരമെങ്കിൽ നിസ്കാരം, നോമ്പെങ്കിൽ നോമ്പ്, നമുക്ക് ഫറദായ കാര്യങ്ങൾ നിലനിൽക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ നിബന്ധന. മൂന്നാമത്തെ കാര്യം വറദ്ദുൽ മളാലിമി. നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഹക്കില്ലാത്ത മുതലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തേ പറ്റൂ. നാലാമത്തേത് വസ്തിഹലാലുൽ ഖുസൂം. നമ്മൾ ആരെങ്കിലുമായിട്ട് വഴക്ക് പിണക്കം ഉണ്ടെങ്കിൽ അത് തീർത്ത് അവരുമായി നല്ല രീതിയിലാവണം എന്നുള്ളതാണ്. അഞ്ചാമത്തേത് അൻ തഅസിമ അലാ അല്ലാ തഊദ. ഇനി മേലിൽ ആ തെറ്റുകളിലേക്കൊന്നും ഞാൻ പോവൂല എന്ന് തീരുമാനിക്കലല്ല, ഉറച്ച തീരുമാനം എടുക്കലാണ്, ഒരിക്കലും മാറാത്ത തീരുമാനം എടുക്കലാണ് അഞ്ചാമത്തേത്. ആറാമത്തെ കാര്യം വാൻ തുറബ്ബിയ നഫ്സക ഫീ ത്വാഅത്തില്ലാഹി കമാ റബ്ബൈതഹാ ഫിൽ മഅസിയ. നിന്റെ ശരീരത്തെ ഇബാദത്ത് ചെയ്യുന്നതിൽ, അള്ളാന്റെ പൊരുത്തത്തിലായി കഴിയുന്നതിൽ പരിശീലിപ്പിക്കാം. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചപ്പോഴേക്കും മടുപ്പ് വന്നാൽ അതിനെ പരിശീലിപ്പിച്ചത് ശീലമാക്കിയെടുക്കാം. ഏതുപോലെ പാപം ചെയ്യുന്നതിന് നീ നിന്റെ ശരീരത്തിന് പരിശീലനം കൊടുത്തിരുന്നു. നീ പതിവായി പാപം ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? അന്ന് നിന്റെ ശരീരത്തെ പാപത്തിലേക്ക് പരിശീലിപ്പിച്ച പോലെ ഇന്ന് റബ്ബിന്റെ ഇബാദത്തിലേക്ക് നീ നിന്റെ ശരീരത്തെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ആറാമത്തേത്. ഇനി കണ്ടോളൂ, ഏഴാമത്തേത് അൻ തുദീഖഹ മുറാറത്തൽ ത്വാഅത്തി കമാ അദഖതഹാ ഹലാവത്തൽ മഅസി. നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുമ്പോഴും പൊതുവെ നമ്മുടെ ശരീരത്തിന് അത്ര കണ്ട് ഇഷ്ടകരമായ അവസ്ഥയായിരിക്കില്ല. ഒരു കയ്പ് സ്വഭാവത്തോടു കൂടെ ആയിരിക്കും ചിലപ്പോൾ ശരീരം അതിലേക്ക് വഴങ്ങി വരാം. ഇന്ന് എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. ഒരു പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ പരിപാടി സ്ഥിരം കാണുന്ന ഒരു സഹോദരൻ, ഒരുപാട് ദിക്റുകളും ഔറാദുകളും ഒക്കെ ചെയ്യുന്ന, ഇബാദത്തുകളൊക്കെ ഉള്ള സഹോദരൻ പറയുന്നു, എനിക്കത് മടിയാണ് എന്ന്. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മടിയാണ്. അത് പൊതുവെ പറയാറുണ്ട്, എനിക്ക് നിസ്കരിക്കാൻ തോന്നലില്ല, മടിയാണ്. വയൽ ഒരുപാട് കേട്ടോളൂ. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ദിക്റുകളൊക്കെ ചിലപ്പോൾ ഒരുപാട് ചൊല്ലിയിരിക്കും, പക്ഷെ നിസ്കരിക്കാൻ മടിയാണ്, അല്ലെങ്കിൽ ദിക്റ് ചൊല്ലാൻ മടിയാണ്, സ്വലാത്ത് ചൊല്ലാൻ മടിയാണ്. ഈ മടി എന്ന് പറയുന്ന അലസതയുടെ ഭാവം പലപ്പോഴും വരാറുണ്ട്.
ശരിക്കും അവിടെ നമ്മൾ ബലം പ്രയോഗിക്കാൻ വേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞത്. ശരീരത്തെ നന്മ ചെയ്യുന്നതിൽ പരിശീലിപ്പിക്കുക എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വഴിപാടിന്റെ ഒരു കയ്പ് സ്വഭാവം ശരീരം പ്രകടിപ്പിക്കുമ്പോൾ അവിടെ ബലം പ്രയോഗിച്ച് നീ ആ കയ്പോടുകൂടെ തന്നെ അത് ചെയ്യണം. ഏതുപോലെ മുമ്പൊരിക്കൽ നിനക്ക് തെറ്റുകൾ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഒരു മധുരത്തെ നിന്റെ ശരീരത്തെ നീ ആസ്വദിപ്പിച്ച പോലെ ഈ കയ്പിനെയും ആസ്വദിപ്പിച്ചാണ് ആ മുമ്പുണ്ടായ അവസ്ഥയെ പരിഹരിക്കൽ സാധ്യമാകൂ എന്ന് മഹാന്മാർ പഠിപ്പിക്കുക. അപ്പോ ഏഴാമത്തെ കാര്യം അതാണ്. എട്ടാമത്തേത് നമുക്ക് കിട്ടുന്ന ഭക്ഷണം തൗബ ചെയ്യുന്ന ആളാണെങ്കിൽ ഹലാലായത് തിന്നാൻ തന്നെ നോക്കണം, ഹലാലായത് തന്നെ നിലനിർത്താൻ നോക്കണം. ഭക്ഷണവും വസ്ത്രവും വെള്ളവും ഒക്കെ ഹലാലിലൂടെ ഉണ്ടാവണം എന്ന നിർബന്ധ ബോധത്തോടു കൂടെ ആവണം ഒരു തൗബക്കാരൻ ജീവിക്കേണ്ടത്. ഇതാണ് തൗബ സ്വീകരിക്കാൻ അല്ലെങ്കിൽ തൗബ പൂർണ്ണമാകാൻ നാം പാലിക്കേണ്ട 8 നിബന്ധനകൾ. ഈ 8 വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ശരിയായ തൗബ ചെയ്തവർ എങ്ങനെയായിരിക്കും. ഈ ഹദീസിന്റെ ധാരാളം റിവായത്തുകൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുമ്പോൾ ആ ഹദീസിലൂടെ ഒരു ഉദാഹരണത്തിന്റെ അവതരണം പോലെയാ നമ്മുടെ മുന്നിൽ തൗബ ചെയ്യുന്ന ശരിയായ തൗബ ചെയ്ത ആളെ ഉദാഹരിക്കുന്നത്. ഹദീസ് നോക്കിക്കോളൂ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, തദ്റൂന മനിത്തായിബു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മറ്റു സ്വഹാബികളോടാ ചോദിക്കുന്നത്, യഥാർത്ഥ തൗബ ചെയ്തവൻ ആരാണ് എന്ന്, ശരിയായ തൗബ ചെയ്തവൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? ഒരാളുടെ തൗബ അള്ളാഹു കബൂലാക്കിയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒരു ശരിയായ തൗബക്കാരൻ എങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബത്തിനോട് ചോദിച്ചു. മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലമു, പടച്ച റബ്ബിനും അറിയാം അവന്റെ റസൂലിനും അറിയാം, ഞങ്ങൾക്കറിയില്ല നബിയെ, ശരിയായ തൗബ ചെയ്തവൻ ആരാണ് എന്ന് ഞങ്ങൾക്കറിയില്ല. 7ഓളം, ചില റിവായത്തിൽ 8, 9 ഒക്കെ കാണുന്നുണ്ട്. ഉദാഹരണം അവതരിപ്പിക്കുന്ന പോലെയാണ് ശരിയായ ഒരു തൗബക്കാരനെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മൻ താബ വലം യതഅല്ലം അൽ ഇൽമ ഫലൈസ ബിത്തായിബ്. ഒരാൾ തൗബ ചെയ്തു. തൗബ ചെയ്യുമ്പോൾ സ്വാഭാവികമായും പറയും, എനിക്ക് അറിവില്ലാഞ്ഞിട്ട് സംഭവിച്ചു പോയതാണ് അല്ലാഹ് പറയും, അല്ലേ? എന്നാൽ ഈ തൗബയ്ക്ക് ശേഷം ഒരു അറിവ് പഠിക്കുക എന്ന ദൗത്യം അവൻ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവന്റെ തൗബ കബൂലല്ല. അറിവില്ലാതെ ചെയ്തു പോയതാണെന്ന് പറയുന്ന കാര്യങ്ങൾ, എന്നാൽ അവൻ കുറച്ച് അറിവ് പഠിക്കാൻ തയ്യാറാവണം. എങ്ങനെ അറിവ് പഠിക്കണം? ഞാൻ ഈ കാര്യം ചെയ്യുമ്പോൾ, ഞാൻ ഈ ചെയ്യുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തെറ്റുകൾ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ഒന്ന് അറിയണം. ഞാൻ ചെയ്യുന്ന ഈ യാത്ര സംബന്ധിച്ച് തെറ്റുകൾ വരാൻ സാധ്യതയുള്ള അറിവുകൾ ഞാൻ തേടണം. തെറ്റെങ്ങനെ വരുമെന്നതിനെ കുറിച്ചൊരു അറിവ് എനിക്കുണ്ടാവണം. അങ്ങനെ അറിവ് തേടുന്നില്ല, തൗബയൊക്കെ ചെയ്തു, പക്ഷെ തുടർന്നുള്ള കാര്യങ്ങളിൽ അവൻ ഒരു അറിവ് തേടുന്നില്ല. ഇനി അത് തെറ്റാവോ ശരിയാവോ എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലൂടെ ഒരു അറിവ് തേടുന്നില്ല എങ്കിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ അറിവ് തേടാത്തതിന്റെ പേരിൽ അവന്റെ തൗബ കബൂലല്ല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വമൻ താബ വലം യസിദ് ഫിൽ ഇബാദത്തി ഫലൈസ ബിത്തായിബ്. ഒരാള് തൗബ ചെയ്തു, തൗബയ്ക്ക് ശേഷം ആ തൗബ ഫലിക്കണമെങ്കിൽ തൗബ ചെയ്തതുപോലെയുള്ള ആ ഗൗരവത്തിൽ ഇബാദത്തുകളും ചെയ്യണം. തൗബയൊക്കെ ചെയ്തു, പിന്നെ സുന്നത്ത് നിസ്കാരമൊന്നുമില്ല, തലമറക്കലൊന്നുമില്ല, സുന്നത്തുകളെ അവഗണിക്കുന്നു, വെള്ളിയാഴ്ച നേരത്തിന് പള്ളി പോണില്ല. തൗബയൊക്കെ ചെയ്തതല്ലേ, അല്ലെങ്കിൽ ഇബാദത്തുകളുടെ കാര്യത്തിൽ കുറച്ച് അലംഭാവം വരുന്നു, പറ്റൂല. തൗബ കബൂലാവണമെങ്കിൽ, തൗബ ചെയ്തതിന്റെ ഫലം കിട്ടണമെങ്കിൽ അതിനുശേഷം നല്ലൊരു ജീവിതമായിരിക്കണം. ഇബാദത്തൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവൻ തൗബ ചെയ്തവനല്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത് പറഞ്ഞു, അവൻ താബ വലം യുർദിൽ ഖുസമാ ഫലൈസ ബിതായിബ്. ഒരാൾ തൗബ ചെയ്തു, തൗബ ചെയ്തവൻ വഴക്കും പിണക്കൊക്കെ മാറ്റി, പക്ഷെ ഒരു തൃപ്തിപ്പെടുത്തൽ നടന്നിട്ടില്ല. ഒരു പരിപൂർണമായ തൃപ്തി തന്റെ വഴക്കുകാരനോട് ഉണ്ടാവാൻ ആ രീതിയിലേക്കുള്ള ഒരു പ്രയത്നം ഇനി മേലാൽ അതൊരു വഴക്കായി അവശേഷിക്കാൻ പാടില്ല. അങ്ങനെ തന്നോട് വഴക്കിട്ട ആളോട് ഒരു തൃപ്തി വാങ്ങുക എന്നത്
ന്യായമുണ്ടെങ്കിൽ മാത്രം. ചിലർ അന്യായമായി വഴക്കിട്ട് മാറിക്കാറുണ്ട്. മിണ്ടാതിരിക്കാൻ തന്നെ ഒരു കാരണം ഉണ്ടാക്കി നടക്കുന്നവരുണ്ട്. അവരുടെ കാര്യമില്ല പറഞ്ഞത്. ന്യായമായ കാരണത്താൽ നമ്മോട് പിണങ്ങി നിൽക്കുന്ന ആളെ തൃപ്തിപ്പെടുത്തുക എന്നത് തൗബ കബൂലാവാനുള്ള ഒരു കാര്യമായി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നാലാമത് പറഞ്ഞത് വമൻ താബ വലം യുഗയ്യിർ ലിബാസഹു വസീനതുഹു ഫലൈസ ബിത്തായിബ്. ഒരു മനുഷ്യൻ തൗബ ചെയ്യുന്നു, അവൻ തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തെറ്റ് ചെയ്യലുമായി ബന്ധപ്പെട്ട് അവൻ ധരിക്കാറുള്ള വസ്ത്രം പിന്നെയും അവൻ ധരിക്കാണ്. ഉദാഹരണം, അവൻ രാത്രി മോഷണത്തിന് പോകുന്നവനാ, അന്നേരം അവൻ കറുത്ത ഡ്രസ്സിടാ. മോഷണത്തിൽ നിന്നുമൊക്കെ അവൻ തൗബ ചെയ്തു. തൗബയൊക്കെ കഴിഞ്ഞ ശേഷം ആ തൗബയോടുകൂടെ അവൻ ആ മോഷണം എന്ന് പറയുന്ന പണി ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്ത്രവും അവൻ ഉപേക്ഷിക്കണം. അല്ലെങ്കിൽ പിന്നീട് ആ വസ്ത്രം അവന് പ്രേരണയാവും. അത് ശരിയാണല്ലോ, ഞാൻ ഈ വസ്ത്രം ഇട്ട് കക്കാൻ പോയിട്ട് എത്ര നാളായി. അപ്പൊ അങ്ങനെയുള്ള ആ രീതികളൊക്കെ ഒരു തെറ്റിനോടനുബന്ധമായി അവൻ ഉപയോഗപ്പെടുത്തിയ സാഹചര്യങ്ങളെ പൂർണ്ണമായും അവൻ ഉപേക്ഷിക്കണം. ഇന്നാലിന്ന ആളുകളുടെ ഒക്കെ കൂട്ടുകൂടിയപ്പോഴാണ്, ആ കൂട്ടുകെട്ടിലൂടെയാണ് തെറ്റ് ചെയ്തത് എന്ന് അവന് ബോധ്യമുണ്ട്. അവൻ അള്ളാഹുവോട് തൗബ ചെയ്തു. പടച്ചോനെ, കൂട്ടുകാരുടെ കൂടെ കൂടിയപ്പോഴാ ഞാൻ അല്പം മദ്യപിച്ചു പോയത്. അള്ളാഹുവേ, ഞാൻ ലഹരി ഉപയോഗിച്ചത്, ഞാൻ സിനിമ കണ്ടത് കൂട്ടുകൂടിയപ്പോഴാ തൗബ ചെയ്തു. തൗബ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആ കൂട്ടുകാർ അവൻ ഉപേക്ഷിക്കണം എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി പറഞ്ഞു, ആറാമത് പറഞ്ഞു, മൻ താബ വലം യുഗയ്യിർ ഖുലുഖഹു ഫലൈസ ബിത്തായിബ്. തൗബ ചെയ്തിട്ടും സ്വഭാവത്തിന് മാറ്റമില്ലെങ്കിൽ ആ തൗബ കൊണ്ട് ഗുണമില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏഴാമത് പറഞ്ഞു, വമൻ താബ വലം യത്വു ഫിറാശഹു വബിസാതഹു വലം യുതവ്വി ഫിറാശഹു വബിസാതഹു ഫലൈസ ബിത്തായിബ്. ഒരാള് തൗബയുമായി ബന്ധപ്പെട്ട സാഹചര്യം, അവൻ ഏത് തെറ്റ് ചെയ്തു, അത് പായ വിരിച്ച് നടന്ന തെറ്റാണെങ്കിൽ, വിരിപ്പ് വിരിച്ച് നടന്ന തെറ്റാണെങ്കിൽ, ആ വിരിപ്പ് അവൻ മടക്കിയിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തെറ്റിന്റെ സാഹചര്യം അവിടെ ഉപേക്ഷിച്ചത്. കിടന്ന് ചെയ്യുന്ന തെറ്റാണെങ്കിൽ ആ കിടപ്പറ അവൻ ഉപേക്ഷിച്ചേ പറ്റൂ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു, വമൻ താബ വലം യതസദ്ദഖ്. ഒരാൾ തൗബ ചെയ്തു, തൗബ ചെയ്യുന്നവൻ സ്വതക്ക കൊണ്ട് നടക്കണം. തൗബയ്ക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായ രീതിയിൽ അതിന്റെ ഫലം കിട്ടണമെങ്കിൽ സ്വതക്ക അതിന്റെ കൂടെ വേണം എന്നുള്ളതാണ്. ഫലൈസ ബിത്തായിബ്. തൗബയുണ്ട്, പക്ഷെ സ്വതക്കയൊന്നുമില്ല. തൗബയോടനുബന്ധമായ സ്വതക്കകൾ വേണം. അത് തൗബയുടെ മുമ്പായാലും വേണ്ടില്ല, തൗബയുടെ ശേഷമാണെങ്കിലും വേണ്ടില്ല. തൗബയോടനുബന്ധമായ ഒരാൾ സ്വതക്ക എന്ന ശീലം ഉണ്ടായേ പറ്റൂ. ഇല്ലെങ്കിൽ തൗബ കബൂലാവാൻ പ്രയാസമാണ്. ഒരു മനുഷ്യൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, ഈ പറയപ്പെട്ട 7 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, അവനാണ് ശരിയായ തൗബ ചെയ്തവനെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചോനെ, നമ്മൾ പലപ്പോഴും നമ്മുടെ വർത്താനത്തിൽ കളവ് പറയുന്ന പോലെ പലതും വരാറുണ്ട്. അതായത് സ്വയം കള്ളനാവാണ് നമ്മൾ. മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ്, ഒരു അടിമ പറയാണ്, അല്ലാഹുവേ, നിന്നെ എനിക്ക് ഭയമാണ്, നിന്റെ നരകത്തെ എനിക്ക് ഭയമാണ്. നരകവും ഭയമാണ്, റബ്ബിനെയും ഭയമാണ്. എന്നിട്ടാണ് ഇവൻ തെറ്റ് ചെയ്യുന്നതിൽ ഒരു കുറവുമില്ല, തെറ്റിൽ നിന്ന് അവൻ ഒഴിവാവാൻ കഴിയുന്നില്ലെങ്കിൽ അള്ളാഹ്നെ ഭയമാണെന്ന് പറഞ്ഞതും നരകം ഭയമാണെന്ന് പറഞ്ഞതും ആ പറച്ചിൽ കളവാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ്നെ ഭയാണെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ തെറ്റിയ? നരകം ഭയാണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞത് ആത്മാർത്ഥമാണ് എങ്കിൽ പിന്നെ എങ്ങനെ അവന് തെറ്റ് ചെയ്യാൻ പറ്റാം? അപ്പോ ആ പറഞ്ഞത് ആത്മാർത്ഥമല്ല, അത് കളവാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരടിമ പറയാണ്, എനിക്ക് സ്വർഗം വലിയ ഇഷ്ട, എനിക്ക് സ്വർഗത്തിൽ പോവാൻ ആഗ്രഹമുണ്ട്. ഇന്നി അസ്താഖു ഇലൽ ജന്നത്തി. എന്നിട്ടോ സ്വർഗം ഇഷ്ടമാണ്, സ്വർഗത്തിന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. വലം യഅമൽ ലഹാ, സ്വർഗത്തിന് വേണ്ടിയുള്ള പണിയൊന്നും എടുത്തില്ലെങ്കിൽ ഫഹുവ കദ്ദാബുൻ, അവൻ കള്ളനാ, അവൻ കള്ളത്തരം പറഞ്ഞവനാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറയും പ്രവൃത്തിയിൽ സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാതെ വരികയും ചെയ്താൽ അവൻ കള്ളത്തരം ചെയ്യുന്നവനാ. അവന്റെ തൗബയ്ക്ക് പ്രയാസമുണ്ട്, ആ തൗബ കബൂലാവാൻ പ്രയാസമുണ്ട്. ഇനി ഒരു അടിമ പറയുന്നു, ഇന്നി ഉഹിബ്ബുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നു. പക്ഷെ ഒറ്റ സുന്നത്തും മൂപ്പരുടെ ജീവിതത്തിലില്ല, സ്വലാത്തുകളില്ല. എന്നാൽ അവൻ തൗബ ചെയ്തിട്ട് കാര്യമില്ല, അവൻ കള്ളനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു, വൈദാ ഖാല അൽ അബ്ദു ഇന്നി അസ്താഖു ഇലാ മുആനഖത്തിൽ ഹൂരി
വലം യഖ്ദിർ ലഹാ മഹ്റൻ ഫഹുവ കദ്ദാബുൻ. ഒരു മനുഷ്യൻ പറഞ്ഞു സ്വർഗത്തിന്റെ വിഭവമായ ഹൂർലിയങ്ങൾ അത് ജീവിതത്തിന്റെ അഭിലാഷ. ഹൂർലിയങ്ങൾക്ക് വേണ്ടുന്ന മഹർ ഭൂമിയിൽ പള്ളിക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്യല, പള്ളിമുറ്റം നന്നാക്ക, പള്ളിപ്പറമ്പിലെ കാട് വെട്ടിക്കൊടുക്ക, പള്ളി ക്ലീനിങ്ങിൽ സഹായിക്ക. ഇതൊന്നും ചെയ്യാൻ അവൻ തയ്യാറാവണൂല. സ്വർഗത്തിലെ വിഭവത്തെ അവൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു പറഞ്ഞാൽ ആ മനുഷ്യൻ അവന്റെ വർത്താനം വേറെ പ്രവൃത്തി വേറെ. അവൻ തൗബ ചെയ്തിട്ട് കാര്യമില്ല. അവന്റെ തൗബ ഒരു കള്ളന്റെ തൗബ പോലെ, കള്ളത്തരാണ് തൗബ. തൗബ നസൂഹാവുല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പടച്ച റബ്ബ് തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാ പറഞ്ഞത്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ. തൗബ ചെയ്യുന്നവരെ, തവ്വാബ് എന്ന വാക്ക് തന്നെ തായിബ് എന്നല്ല പറഞ്ഞത്, തവ്വാബ്. ഒരുപാട് തൗബ ചെയ്യണം. നമുക്കൊരു ധാരണ ഉണ്ട്, ആകെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന 27-ാം രാവിലെ മാത്രമേ തൗബയുള്ളൂ. അല്ല, തൗബ ഒരു ദിവസം എത്രയും ചെയ്യാം. നമ്മൾ മുമ്പ് അത് പറഞ്ഞതാ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗബയുടെ സ്ഥാനത്ത് ഒരു ദിവസം 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അസീം പറഞ്ഞത്. ഓരോ അസ്തഗ്ഫിറുല്ലയും ഓരോ തൗബയായിരുന്നു. അങ്ങനെയെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 വട്ടം തൗബ ചെയ്തു എന്ന ഹദീസിലുള്ളത്. എത്രയും തൗബ ചെയ്യാം. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബിൻ. എത്ര തൗബ ചെയ്യുന്നു അത്രയും തവ്വാബീനെ അള്ളാഹു ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. തൗബ കൂടുന്നതനുസരിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടവും കൂടുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ 2 ആയത്തുകളിലൂടെ തൗബയെ കുറിച്ചുള്ള ഒരു വിശദാംശം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് നിസാഇന്റെ 17-18 ആയത്തുകളിൽ കാണാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നമത് തൗബതു അലല്ലാഹ് للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. തീർച്ചയായും അല്ലാഹു സ്വീകരിക്കുന്ന സ്വീകാര്യയോഗ്യമായ തൗബ എന്ന് പറഞ്ഞാൽ അലല്ലാഹി ലില്ലദീന യഅമലൂന സുഅ ബിജഹാല, തെറ്റുപറ്റിപ്പോയ ആളുകൾ, സുമ്മ യതൂബൂന മിൻ ഖരീബ്, വൈകാതെ ചെയ്ത തൗബ. പെട്ടെന്ന് വേണം തൗബ. തൗബ വേഗം ചെയ്യേണ്ട അമലാണ്. തെറ്റുപറ്റിയിട്ട് പിന്നെ കുറെ കാലം കഴിയാൻ നിൽക്കരുത്, ഉടനെ ചെയ്യണം തൗബ. അല്ലാഹുവേ, ഞാൻ പറയാൻ പാടില്ലാത്തത് പറഞ്ഞുപോയി. റബ്ബേ, ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു പോയി. അല്ലാഹുവേ, ഞാൻ കാണാൻ പാടില്ലാത്തത് കണ്ടുപോയി. പൊറുക്കണം അല്ലാ, ഞാൻ ഇനി ചെയ്യൂല തമ്പുരാനെ, ഏറ്റു പറയണം. തൗബ വൈകാൻ പാടില്ല. വേഗം തൗബ ചെയ്യുന്ന ആളുകളുടെ തൗബയാണ് അല്ലാഹു സ്വീകരിക്കുക. ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം, അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കും. വകാനല്ലാഹു അലീമൻ ഹകീമാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ത്രശാലിയാണ്. തത്വങ്ങൾ മുഴുവനും പഠിപ്പിച്ചവൻ അവനാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവസരം അല്ലാഹു തൊണ്ടയിൽ റൂഹ് എത്തുന്നവരെ തന്നിട്ടുണ്ട്, പക്ഷെ വൈകാൻ പാടില്ല. പിന്നെ ആവട്ടെ എന്ന് ചിന്തിക്കാൻ പാടില്ല, വേഗം വേണം. ഇനി കേട്ടോളൂ ബാക്കി. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വലൈസത്തിത് തൗബ, തൗബ സ്വീകാര്യമല്ല, അല്ലെങ്കിൽ തൗബ ഇല്ല, ലില്ലദീന യഅമലൂന സയ്യിആതി, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾ, ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത്, മരണം വരെ അവൻ തൗബ ചെയ്തിട്ടില്ല. ഖാല, മരിക്കാൻ നേരം അവൻ ചിന്തിക്കുന്നു, പറയുന്നു, ഇന്നി തുബ്തുൽ ആൻ, ഇപ്പൊ മുതൽ ഞാൻ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് തൗബയുടെ സമയം തൊണ്ടയിൽ റൂഹ് എത്തുന്നത് വരെ ഉണ്ട് എങ്കിലും വൈകിക്കാൻ പാടില്ല, വേഗം വേണം. തൊണ്ടയിൽ റൂഹ് എത്തുന്ന നേരത്തെ ഏതൊരു മനുഷ്യനും തൗബയുടെ ബോധം തോന്നാം. ആ തൗബയെ ഖുർആൻ പറഞ്ഞത് കുഫാറിന്റെ തൗബ പോലെ എന്നാണ്. അതായത് കുഫാർ കാഫിറായി മരിക്കാൻ നേരം ചെയ്യുന്ന തൗബക്ക് എന്ത് പ്രാധാന്യമാണോ ഉള്ളത്? കാഫിറായി മരിക്കുന്ന ആളൊരു തൗബ ചെയ്തു കഴിഞ്ഞാൽ ആ കുഫറിലായിരുന്നുകൊണ്ട് തൗബ ചെയ്യാ, അവൻ പോരാൻ വേണ്ടിയിട്ടല്ല, ആ കുഫർ നിലനിർത്തിക്കൊണ്ട് തൗബ ചെയ്യുന്ന പോലെയാ ഖുർആൻ ഈ തൗബയെയും പറഞ്ഞത്, പിന്തിപ്പിച്ച ആളെയും പറഞ്ഞത്. കുഫർ നിലനിർത്തിയിട്ട് തൗബ ചെയ്തിട്ട് എന്ത് കാര്യം? കുഫറിലാണല്ലോ നിലനിൽക്കുന്നത്. കുഫർ ഉപേക്ഷിച്ചിട്ടാ തൗബ ചെയ്യേണ്ടത്. തൗബ ചെയ്യാ, കുഫർ നിലനിർത്താം.
അതിനോടാ ഖുർആൻ ഇതിന് ഉപയോഗിച്ചത്. വലല്ലദീന യമൂത്തുന വഹും കുഫാർ, കുഫാറായി മരിച്ചു പോകുന്ന, കുഫറായി മരിച്ചു പോകുന്ന ആളുകളുടെയും തൗബ അള്ളാഹു സ്വീകരിക്കൂല. നേരത്തെ പറഞ്ഞ തൊണ്ടയിൽ എത്തുന്ന ഒരവസരം ഉണ്ടല്ലോ, എന്നാൽ പോലും അവിടേക്ക് പിന്തിക്കാൻ പാടില്ല എന്നാണ്. പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് പിന്തിപ്പിച്ചു കൊണ്ടുപോയി വൈകിച്ച ആളുകളുടെയും കുഫറിലായി മരിച്ചു പോകുന്ന ആളുകളുടെയും തൗബ കൊണ്ട് കാര്യമില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നാശം ആർക്കാണെന്നറിയുമോ? നാശം തൗബ ചെയ്യാൻ പിന്തിക്കുന്ന ആളുകൾക്കാണ് നാശം എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മുസവ്വിഫു ഹുവല്ലദീ യഖൂലു സൗഫ അതൂബ്, ഞാൻ പിന്നെ തൗബ ചെയ്തോളാം, എന്റെ തൗബ ചെയ്യാനുള്ള സമയമൊന്നും ആയിട്ടില്ല, ഇങ്ങനെ ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആള് ഹലക്കൽ മുസവ്വിഫൂൻ, അങ്ങനെയുള്ളവർ നാശത്തിലാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ തൗബ സ്വീകരിക്കാൻ പാടാണ്. പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് പിന്തിച്ച് കൊണ്ടുപോയാൽ തൗബ പിന്തുന്തോറും ആ മനുഷ്യൻ കുഫറിലായി മരിച്ചു പോകുന്ന അവസ്ഥയോട് അടുക്കുകയാണ് ഖുർആൻ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ തെറ്റായി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു തലമാണ് നമ്മുടെ ജീവിത മേഖലകൾ. എന്നിട്ട് നമുക്ക് അതേക്കുറിച്ചൊരു കുറ്റബോധം തോന്നുന്നില്ല എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം വലിയ അബദ്ധത്തിലാണ്. പരിശുദ്ധ ഷഅബാൻ നമ്മുടെ മുന്നിലുണ്ട്. റമളാൻ നമ്മളിലേക്ക് എത്താൻ നിൽക്കുന്നു. റമളാനിൽ പാപം കഴുകിയ അവസ്ഥയിലെത്തിയാൽ, പാപം കഴുകപ്പെട്ട മനുഷ്യൻ ചെയ്യുന്ന അമല് ചെയ്യാൻ കഴിഞ്ഞാൽ, അല്ലാഹുവേ വലിയ ഭാഗ്യമല്ലേ. അതിലേക്കുള്ള ഒരു ഒരുക്കമാവണം നമ്മുടെ തൗബയുടെ മുന്നൊരുക്കങ്ങളായി പരിശുദ്ധമായ ഷഅബാൻ മാസത്തിന്റെ ഈ തയ്യാറെടുപ്പുകൾ, റമളാനിലേക്കുള്ള ഈ തയ്യാറെടുപ്പുകൾ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശരിയായ രീതിയിൽ ഒരാൾ തൗബ ചെയ്ത് അള്ളാഹു അത് കബൂലാക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, അവന്റെ കഴിഞ്ഞ കാലത്തെ തെറ്റുകളുടെ എണ്ണം അള്ളാഹു ഈ തൗബയെ സ്വീകരിച്ചതിന്റെ ഫലമായി ആ തെറ്റുകളുടെ എണ്ണത്തിൽ നന്മ അള്ളാഹു ഫ്രീ ആയി നൽകുമെന്ന്, അള്ളാഹു അവന് സൗജന്യമായി നൽകുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വർഷങ്ങളോളം ഇബാദത്ത് ചെയ്ത കൂലിയ അള്ളാഹു രേഖപ്പെടുത്താം. മാത്രവുമല്ല, ഖിയാമത്ത് നാളിൽ അള്ളാഹു അവന്റെ ശിരസിൽ, ഈ തൗബ സ്വീകരിച്ച ആളുടെ ശിരസിൽ ഒരു ആദരവിന്റെ കിരീടം ചാർത്തുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തൗബ അള്ളാഹു സ്വീകരിച്ച മനുഷ്യൻ ഖബറിൽ കിടക്കുമ്പോൾ സ്വർഗത്തിലേക്ക് അവന്റെ ഖബറിൽ നിന്നും അള്ളാഹു തആല ഒരു പ്രത്യേക കവാടം വെച്ചു കൊടുക്കുകയും അവന്റെ ചുറ്റിലും മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ചുറ്റിലും പ്രകാശമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യൗവന മരണങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. യുവാക്കളുടെ മരണം, ഒരു യുവാവ് തൗബയുള്ള അവസ്ഥയിൽ മരിക്കുന്ന ആളാണ് എങ്കിൽ അള്ളാഹു ആ യുവാവിനെ മറവ് ചെയ്ത ഖബർസ്ഥാനിലുള്ള മറ്റെല്ലാവർക്കും ഇയാളെ അവിടെ മറവ് ചെയ്യൽ വഴി അതിന്റെ ഒരു ആനുകൂല്യവും ബറക്കത്തും നൽകുമെന്ന് ഔകമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം? 40ഓളം കൊല്ലം ഇവൻ അവിടെ കിടക്കുന്നതിന്റെ പേരിൽ 40ഓളം കൊല്ലം അദാബിലെ ലഘൂകരണം അള്ളാഹു വരുത്തുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടി പറയാം, യുവാക്കളിൽ തൗബ ഉണ്ടാവുക എന്നത് വലിയ പ്രയാസമാണ്. ഒരാൾ യുവാവായിരിക്കെ മരിക്കുന്നു, യൗവനത്തിൽ മരിച്ചവൻ തൗബ പൂർണ്ണമായവനാണ് എങ്കിൽ അവനെ കൊണ്ടുപോയി മറവ് ചെയ്യുന്ന ഖബർസ്ഥാനിൽ മറ്റുള്ള ഖബറാളികൾക്ക് ശിക്ഷയിൽ ഇളവ് കിട്ടും 40 കൊല്ലം. കാരണം തൗബയിലായി മരിച്ച ഒരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടെങ്കിൽ അയാളെ ബഹുമാനിച്ചതിന്റെ ഭാഗമായി അവൻ കിടക്കുന്ന ഖബർസ്ഥാനിലെ സർവ്വ മൗത്താക്കൾക്കും 40 കൊല്ലത്തേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശിക്ഷയിൽ ഇളവ് നൽകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊരു ഗൗരവമുള്ള കാര്യമായി പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തൗബയെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد
അള്ളാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. അള്ളാഹുവെ അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി ചെയ്ത പരസ്യമായി ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ റബ്ബേ ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകുക അല്ലാ, ബറക്കത്ത് നൽകണേ തമ്പുരാനെ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക അല്ലാ. ഒരുപാട് രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ, അവർക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ക്യാൻസർ രോഗികൾ ഒരുപാട് പേർ ദുആരക്കാൻ ഏൽപ്പിച്ചു റബ്ബേ, അവർക്ക് നീ ശിഫ നൽകുക അല്ലാ. വേദനയിൽ ആശ്വാസം നൽകുക അല്ലാ, ചികിത്സയിൽ ബറക്കത്ത് നൽകുക അല്ലാ. അവർ അനുഭവിക്കുന്നതിന് നീ കൂലി നൽകണേ അല്ലാ. ക്യാൻസർ എന്ന രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കാൻ മനുഷ്യർക്ക് ഭാഗ്യം നൽകുക അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ജോലി തേടുന്നവരുണ്ട് അല്ലാ. അനുയോജ്യമായ ഹലാലായ വരുമാനമുള്ള ഒരു ജോലി നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. തമ്പുരാനേ റബ്ബേ ഞങ്ങളുടെ പൊന്നുമക്കളുടെ പരീക്ഷകൾ നടക്കുന്നു അല്ലാ, എല്ലാം എളുപ്പമാക്കണേ തമ്പുരാനെ, റാഹത്താക്കണേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ ബർക്കത്ത് നൽകണേ തമ്പുരാനെ, പഠിച്ചത് കൊണ്ട് ഉപകാരം നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഹറാമിലായിരിക്ക ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. പടച്ചോനെ ഞങ്ങൾ ഹറാമ് ചിന്തിക്കുമ്പോഴോ കാണുമ്പോഴോ കേൾക്കുമ്പോഴോ, ഹറാമിൽ മനസ്സ് ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തുമ്പോഴോ, ഹറാമ് തിന്നുമ്പോഴോ, ഹറാമ് ഞങ്ങളുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലും ഹറാമിന്റെ സദസ്സിലും ഞങ്ങൾക്ക് മരണം തരല്ലേ അല്ലാ. മുത്തഖീങ്ങൾക്ക് കിട്ടുന്ന യോഗ്യത ഞങ്ങളുടെ മരണത്തിൽ നൽകണം അല്ലാ. റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ പലർക്കും ശാരീരിക അസ്വസ്ഥതകൾ, പനി, ചുമ, തൊണ്ടവേദന പോലെയുള്ള പ്രയാസങ്ങൾ, ശിഫ നൽകണേ തമ്പുരാനെ. കാലുവേദന, ഊരവേദന, സന്ധിവാദം, ഒരുപാട് ശാരീരിക അസ്വസ്ഥതകൾ, ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്, ശിഫ നൽകണേ അല്ലാ. മരിച്ചുപോയവരുടെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ തമ്പുരാനെ. തൗബ നിലനിർത്തണേ അല്ലാ, തൗബയിലായുള്ള മരണത്തിലെത്തിക്കണം അല്ലാ. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ, ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും നീ അടുപ്പിച്ചു തരണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله تعالى وبركاته.